പ്രിയപ്പെട്ടവരെ, റോഡിലുള്ള നമ്മുടെ എല്ലാ ആളുകളും ശ്വാസം ഭംഗിയാക്കണമെന്ന് അറിയിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചേലക്കര ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോയ PV അൻവറിനെയും DMK പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ടാണ് ഞങ്ങളെ ചേലക്കരയിലുള്ള ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന അവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റു സ്റ്റാഫുകളുടെയും NGO യൂണിയനുകളുടെയും ഞങ്ങളെ വരവേറ്റത്. ഇവിടുത്തെ സാധുക്കളായ രോഗികൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഡയാലിസിസ് മെഷീൻ സൗജന്യമായി നൽകുന്നതിന് വേണ്ടി എത്തിയ ഒരു MLA ഏത് രീതിയിൽ സ്വീകരിച്ചുവോ അതേ രീതിയിലാണ് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആര് ശബ്ദമുയർത്തിയാലും അവരെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. നമുക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഫ്ലഡ്ലൈറ്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA നടത്തുകയാണ്. ലഹരിക്കടിമകളാകുന്ന യുവാക്കളെ കായികതയുടെ നല്ല നാളുകളിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട സമൂഹ ബാധ്യത മുഖവിലക്കെടുത്തുകൊണ്ട് DMK ഓങ്ങല്ലൂരിൽ നൽകിയ ഫ്ലഡ്ലൈറ്റിന്റെ ഉദ്ഘാടനം നെക്സസ് പൊളിറ്റിക്സിന്റെ അതിരൂക്ഷത പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ വിപ്ലവം തീർക്കാൻ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും ഇറങ്ങി വന്ന PV അൻവർ ഇതാ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കസേരകൾ ഇനി ഒഴിവുണ്ട്. പരമാവധി ആളുകൾ താഴേക്കിറങ്ങി നമ്മുടെ സദസ്സൊന്ന് ഭംഗിയാക്കും. എല്ലാവരും കൂടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നത്. അവരൊക്കെ 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചതും അതുകൊണ്ടാണ്. സിദ്ദീഖ്, നിങ്ങൾ പറ്റി സിദ്ദീഖ് എന്ന് വിളിക്കും, ഞാൻ സിദ്ദീഖ് എന്ന് വിളിക്കും. നമ്മളൊരു പഴയകാല എൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് റഷീദ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാലോ, ഒക്ടോബർ 6-ാം തീയതിയാണ് മഞ്ചേരിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു DMK എന്ന് പറയുന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ആ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. വന്ന സ്ഥലം ചേലക്കരയാണ്. എങ്ങനെ നോക്കിയിട്ടും ഒരു പച്ചപ്പും കാണാത്ത ഞങ്ങളെ സംബന്ധിച്ച് കൊട്ടൻ മരുഭൂമി, എവിടെ നോക്കിയാലും കരിമ്പാറ. കുഴിച്ചു നോക്കുക എന്നതല്ലാതെ ഒരു വഴിയും ഞങ്ങളുടെ മുന്നിലില്ല. കേരളക്കരയിൽ കഴിഞ്ഞ 2.5 മാസമായി കേരളത്തിലെ ജനങ്ങളോടൊന്നാകെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മുകളിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സുണ്ട് എന്ന് അറിയേണ്ടതുണ്ടല്ലോ. അതിന് പടച്ചവനായി കൊണ്ടുതന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന നിലക്ക് തന്നെ ഒരു വെല്ലുവിളിയായി ഞങ്ങളത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 2-3-4 ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, നല്ല പ്രയാസം, പ്രതിസന്ധിയുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അത്യാവശ്യം
ബന്ധങ്ങളും അറിവും അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ അറിയുന്ന ഒരാള് എന്ന നിലക്ക് എനിക്ക് പോലും അപരിചിതമായ ഒരു മണ്ഡലമാണ് ഈ ചേലക്കര. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടക്ക് ഒരു പൊതുയോഗത്തിൽ പോലും പങ്കെടുക്കാൻ എനിക്ക് ഈ മണ്ഡലത്തിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കഴിഞ്ഞ 8 വർഷക്കാലത്തിന്റെ ഇടക്ക് സഖാക്കൾ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത പഞ്ചായത്തുകളുണ്ടോ എന്നത് എനിക്കറിയില്ല. പക്ഷെ ചേലക്കരയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയം ചേലക്കരയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് ഇറങ്ങി വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതുപോലെ പിന്നോക്കാവസ്ഥയുള്ള ഒരു മണ്ഡലം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവില്ല. അവിടെ ഒറ്റ രാഷ്ട്രീയമുള്ളൂ, അത് ആ കൊടിക്കുള്ള വോട്ടാണ്. ആ ചുവന്ന കൊടിയോടുള്ള ആളുകളുടെ അവരുടെ മഹാമനസ്കതയും അതിനോടുള്ള സ്നേഹവും അതൊരു ജനതയെ ആകെ ചൂഷണം ചെയ്യാനുള്ള ഒരു ആയുധമാക്കി ആ പാർട്ടിയെയും കൊടിയെയും മാറ്റി എന്ന ദുരന്ത കാഴ്ചയാണ് ആ നാടാകെ നടന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ തിരഞ്ഞെടുപ്പ് പ്രചണ്ഡമായ പ്രചരണങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ 3-4 ദിവസം മണ്ഡലത്തിലൂടെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞ പ്രവർത്തകരോട് നിർത്ത്, നമുക്കൊരു പ്രചരണവും വേണ്ട, അതിന് ഇനി പൈസയും ചെലവാക്കണ്ട. കാരണം അവർ പൊടിക്കുന്ന കോടികളുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും 2-3 ലക്ഷം രൂപയാണ് 3 പാർട്ടികളും തകർത്ത് ചെലവാക്കിയത്. അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കുറെ പോസ്റ്ററുകളും ബോർഡെഴുത്തും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ 10 ഇരട്ടി എന്ന് പറയുന്നത് വെറുതെ പറയല്ല. ഇവിടെ പൊതുപ്രവർത്തകരുണ്ടാവില്ല, ജസ്റ്റ് നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ എടുത്ത് ആ മണ്ഡലത്തിലൂടെ നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരെ പരിചയപ്പെടുന്നത്? പ്രദീപ് കുമാർ. ആരാ പ്രദീപ് കുമാർ? 5 കൊല്ലമായി MLA ആയി ആ നാട്ടിൽ പെറ്റ് വളർന്ന മനുഷ്യൻ, എല്ലാവർക്കും അറിയാം. പിന്നെ ആരാ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരെ ചുമരെഴുത്ത് മാഞ്ഞിട്ടില്ല അവിടെ. പിന്നാരാ? ബാലകൃഷ്ണൻ, ആ നാട്ടിൽ പെറ്റ് വളർന്ന ആ നാട്ടുകാരൻ. ഇവരുടെ ത്രിവർണ പോസ്റ്ററുകളും ചുമരെഴുത്തുകളും ബാനറുകളും ഹോർഡിങ്ങുകളും തിങ്ങി നിറയാണ്. എത്ര കോടി കൊണ്ടുപോയി അതിലേക്ക് മറിച്ചാലും അതിനെ മറികടക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെ മറികടക്കത്തക്ക രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരു പരിപാടിയും ഒരു പൈസയും ചെലവാക്കണ്ട. അപ്പോഴേക്കും ഞങ്ങൾ 10-25 വണ്ടി അനൗൺസ്മെന്റ് വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. ആ വാഹനം ഒഴികെ ഒരു പൈസ ചെലവാക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ജനങ്ങളോട് നമ്മൾ പറഞ്ഞു, അത്യാവശ്യം വീട് അങ്ങേയറ്റത്തെ ദുരന്തം. ഇവര് ചെയ്ത പണി എന്താ അറിയാം നമുക്ക്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൺചുമര്, അതിന്റെ മുകളിൽ ഒരു ഓടിട്ട മേൽക്കൂര, ജനല് വാതിൽ അടച്ചുറപ്പുള്ള വീടുകള്. അത് മുഴുവൻ ഇവരോട് പറയാണ്, നിങ്ങൾ പൊളിക്ക്, നിങ്ങളൊക്കെ ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിലുണ്ട്. മുഴുവൻ പൊളിപ്പിച്ചു. അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് പൊളിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷ കൊടുക്കുക. 1-1.5-2 വർഷക്കാലം ഒരനക്കമില്ല. പൊളിക്കുക മാത്രമല്ല, അവരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തറയിട്, പൈസ നമ്മൾ തരും, പൈസ നമ്മൾ തരും. ഒരു പൈസയും കൊടുത്തില്ല. ആദ്യം ഈ പൊളിച്ചവരൊക്കെ ബന്ധു വീട്ടിലും വാടക വീട്ടിലൊക്കെ പോയി. പിന്നെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഈ മനുഷ്യർ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോയിലും മറ്റൊക്കെ. ഈ പൊളിച്ചു കളഞ്ഞ വീടിന്റെ കഴുക്കോലും അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളും തൊട്ടടുത്ത് വാഴത്തോട്ടത്ത് കൊടുന്ന മുളക്കഷ്ണമൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഈ ഷെഡിന്റെ മുകളിൽ, ഈ തറയുടെ മുകളിൽ ഷെഡ് കെട്ടി അതിന്റെ മുകളിൽ ഫ്ലക്സ് അടവിന് വാങ്ങുന്ന നാടുകൾ കേട്ടിട്ടുണ്ടോ?
എന്താ ഈ ഫ്ലെക്സ്? ഈ അങ്ങാടികളിൽ കെട്ടിത്തൂക്കുന്ന ഈ പരസ്യത്തിനുള്ള ഫ്ലെക്സ്, അത് വിൽക്കുന്ന സ്ക്രാപ്പ് ഷോപ്പുകൾ ഉണ്ടാവും, ശ്രദ്ധിക്കുന്നൊക്കെ തന്നെ അറിയും. ആ നാടിലെ ആളുകളുടെ ദുരന്തം നിങ്ങൾ അറിയണമെങ്കിൽ ഈ ഫ്ലെക്സ് അടവിന് വാങ്ങിയിരിക്കുക. ഈ സാധുക്കള് 3000-4000 റുപ്യ വരും ഒരു ഷെഡ് കവർ ചെയ്യാനല്ല ഈ ഫ്ലെക്സിന്. അത് മുഴുവൻ പൈസ കൊടുക്കാനില്ലായിട്ട് 3000-4000 റുപ്യന്റെ സാധനം അവിടെ തമിഴന്മാര് അടവിന് കൊടുക്കുക 6000-നും 7000-നും. അതിന്റെ മുകളിൽ വേറെ കച്ചവടം. എന്നിട്ട് 100-150 രൂപ അവര് ആഴ്ചയിൽ അടവടക്കാണ്. എവിടെയാണ് നിങ്ങൾ ഈ നോക്കിയാ കാണുന്ന, നിങ്ങൾ കൂക്കിയാ കേൾക്കുന്ന ഈ ചേലക്കരയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ദുരന്ത കടലിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പരിപാടിയൊക്കെ നിർത്തിക്കളഞ്ഞു, ഒരു പൈസ ഇനി ചെലവാക്കണ്ട. ഒരു ഗതിയില്ലാത്ത കുറച്ച് 10, 15, 20 വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ പൈസ കൊണ്ട്. ഞങ്ങൾ നേരെ തിരിഞ്ഞു അതിലേക്ക്. 15 വീടിന്റെ പണി 9 പഞ്ചായത്തിൽ നടക്കുക. പിന്നെ നമ്മുടെ ശ്രദ്ധ പോയത് ഈ മനുഷ്യരെ സഹായിക്കാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടല്ലോ. ലോകത്തിലെ സകല മലയാളികളെയും ബന്ധപ്പെട്ട് 2-3 ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ മാറിയുന്നു. കാരണം ഇവരെയൊക്കെ ബന്ധപ്പെടണമെങ്കിൽ ഫോണല്ലാതെ മറ്റു മാർഗമില്ല. 19 മണിക്കൂർ 20 മണിക്കൂറാണ് മിക്ക ദിവസങ്ങളിലും ഉറങ്ങാതെ ഇരുന്നത്. കാരണം ഇപ്പൊ നമ്മൾ രാത്രി അമേരിക്കയിൽ നേരം വിളിക്കുന്നു. ഒരു 20-22 മണിക്കൂർ ഉറക്കമൊഴിച്ചിരുന്നാലേ ലോകത്തെ മുഴുവൻ മലയാളികളെയും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ നിന്ന് പലരെയും ബന്ധപ്പെട്ടാണ് പല ഓഫറുകളും ഈ നാടിന് കൊടുക്കാൻ, ഈ നാട്ടിലെ ചിത്രങ്ങളും വീഡിയോകളും ആളുകൾ പറയുന്നതൊക്കെ നമ്മുടെ മലയാളികൾക്ക് അയച്ചു കൊടുത്ത് അവരുടെ സഹായം നേടി നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താണ് ആ ജനങ്ങൾ ചെയ്ത കുറ്റം? ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചു, അതിന്റെ നേതാക്കന്മാരെ വിശ്വസിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ സമരം നടക്കുന്നില്ലേ പഞ്ചായത്തേക്കൊന്നും? ഇല്ല സാറേ, സമരമൊന്നുമില്ല. അപ്പൊ ഇവിടെ പ്രതിപക്ഷല്ലേ? ഉണ്ടല്ലോ, ഒരു സമരമില്ല. എന്താ കാരണം? രാധാകൃഷ്ണൻ വലിയ നേതാവാണ്, മന്ത്രിയാണ്, രാധേട്ടനാണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്ന വ്യക്തി. ഇന്ന് സൗഹൃദം ഉണ്ടെങ്കിലും അദ്ദേഹത്തോടുള്ള ബഹുമാനം പൂർണ്ണമായും എനിക്ക് പോയി. ഞാൻ അദ്ദേഹത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ഫോൺ കോളിൽ തീരുന്ന 1000 കാര്യങ്ങൾ ആ ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നു. അപ്പോ ഒരു ജനത ഒന്നാകെ ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തെയും വിശ്വസിച്ചതിന്റെ ദുരന്തം അതാണ് ചേലക്കര അനുഭവിക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞു, നിങ്ങൾക്ക് പടച്ചോനായിട്ട് തന്ന തെരഞ്ഞെടുപ്പ് അത് ഇട്ടോ. അല്ലാതെ ഒരു ജനറൽ ഇലക്ഷനിൽ ആരാണ് ഈ ഗ്രാമങ്ങളിൽ പോയി നോക്കുക? 150 മണ്ഡലങ്ങൾ എനിക്ക് പറ്റുമോ? പത്രക്കാർക്ക് പറ്റുമോ? വേറെല്ലാവർക്കും സാധിക്കും, ആർക്കും സാധിക്കില്ല. അപ്പോ കേരളത്തിന്റെ മുഴുവൻ ഫോക്കസും പാലക്കാട് ചേലക്കരയിലേക്ക് വരുമ്പോഴാണ് ഈ രീതിയിലൊരു സോഷ്യൽ ഓഡിറ്റിങ് ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോ ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങളടുത്ത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ വലിയൊരു കേസ് എന്റെ പേരിൽ കൊടുത്തിരിക്കുന്നു. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി 20ാമത്തെ കേസ് അറ്റാണ് കഴിഞ്ഞ 3 മാസത്തിനിടക്ക്. ഏത് സമയത്തും ഈ പറഞ്ഞതുപോലെ എന്നെ തൂക്കിക്കൊണ്ടുപോയി ജയിലിലിടാം. ഇടട്ടെ, അപ്പൊ നോക്കാൻ നിലനിൽക്ക് തന്നെ ഞാനും നിൽക്കുന്നു. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയുന്ന വിഷയമേ ഇല്ല. കൃത്യമായി ബോധ്യപ്പെട്ട് സത്യമെന്ന് തോന്നിയ കാര്യമല്ലാതെ ഒരു കാര്യവും ജനതയുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഉന്നയിച്ച 4-5 വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിന് മുന്നിലുള്ളത്. ആ കാര്യത്തിൽ പോലും ഒരു ഉത്തരം നൽകാൻ സംസ്ഥാന ഗവൺമെന്റിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് 152 കേസുകളാണ്. മുഖ്യമന്ത്രിയുടെ കണക്ക് ശരിയാണെങ്കിൽ പോലീസ് സ്വർണം എയർപോർട്ടിന് പുറത്തുനിന്ന് പിടിച്ചു. ഞാൻ പറഞ്ഞ പരാതി എന്താണ്? പോലീസ് ഇതിൽ കള്ളക്കളി നടത്തുന്നുണ്ട്. ഈ പുറത്തുനിന്ന് പഠിക്കുന്ന സ്വർണം നേരിട്ട് കസ്റ്റംസിൽ ഏൽപ്പിക്കലാണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പറയുന്നത്.
അതിനാണ് കസ്റ്റംസ്. വിവരം കിട്ടിയാൽ അപ്പൊ അവർക്കാണ് വിവരം കൊടുക്കേണ്ടത്. അതൊക്കെ പോട്ടെ, അതിനൊക്കെ മറികടന്നു. ഞാന് ഈ കേസ് അന്വേഷിച്ച IG-യോട് ഞാൻ കൊടുത്ത മൊഴി എന്താ? IG, നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ 150 കേസില്ലേ, അതിൽ റാൻഡമായിട്ട് ഒരു 10 ആളെ വിളിക്കുക. നിങ്ങള് 10 ആളെ, എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ആരാണ് സ്വർണം തന്നത്? എങ്ങനെയാണ് നിങ്ങൾ എയർപോർട്ട് വഴി വന്നത്? എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ പുറത്തു കടന്നത്? പോലീസ് എവിടെ വെച്ചാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഏത് തട്ടാന്റെ അടുത്താണ് ഈ സ്വർണം തൂക്കിയത്? എവിടെയാണ് ഒരുക്കിയത്? എത്രയാണ് കോടതിയിൽ കൊടുത്തത്? എത്രയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ഒരു 10 ആളെ വിളിച്ച് ചോദിക്കൂ IG. കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നിമിഷം വരെ ഒരാളെ വിളിച്ചിട്ടില്ല. ഒറ്റാളെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. റിദാൻ ബാസിൽ കേസിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എന്റെ പഞ്ചായത്ത് ഇടവണ്ണ, എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താ 12 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുന്നിന്റെ മുകൾക്ക് വിളിച്ചുകൊണ്ട് തലക്ക് വെടിവെച്ചിട്ട് ഇട്ടുപോയത് ബോംബെ നഗരത്തിൽ നടക്കൂ. ഒരു തെളിവുമില്ല, ഒരന്വേഷണവും ഇല്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അസ്ലം ബക്കർ ഇപ്പോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അന്വേഷണം ആരംഭിച്ചിട്ട് 3 മാസമായി. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ADGP അജിത് കുമാർ, എല്ലാം പോട്ടെ, ഈ കള്ളക്കടത്തും കൊള്ളയും കൊലയൊക്കെ പോട്ടെ. ഞാൻ 2 ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്, DGPക്ക്. എന്താ? ഫെബ്രുവരി 19-ാം തീയതി 33,80,000 ഉറുപ്പിക കൊടുത്തൊരു ഫ്ലാറ്റ് മുമ്പിൽ ഇങ്ങോട്ട് വാങ്ങി. റിസീവ് പെയ്ഡ് ബൈ ക്യാഷ്. ഒരൊറ്റ പൈസ ലീഗലായി കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോ ഒരു ആധാർ ചെയ്യുമ്പോൾ 10 ലക്ഷത്തിനാ വാങ്ങണമെങ്കിൽ സർക്കാർ നിശ്ചയിച്ച വില ഉണ്ടാവും. 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ. അത് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ചെക്ക് കൊടുക്കും, അല്ലെങ്കിൽ DD കൊടുക്കും. അതില്ലാതെ ആ രജിസ്റ്റർ ഓഫീസർ സംഗതി നടക്കില്ല. ഇവിടെ ADGP അജിത് കുമാറിന്റെ പ്രത്യേക നിയമം 33,80,000 ചില്ലാനം രൂപക്ക് അദ്ദേഹം വാങ്ങുന്നു. 10ാമത്തെ ദിവസം 65 ലക്ഷം റുപ്യക്ക് വിൽക്കുക. റിസീവ്ഡ് ബൈ ക്യാഷ്. 2 ആധാര ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ പേരിൽ ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഫ്ലാറ്റ്. അവിടുന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ രജിസ്റ്റർ ഓഫീസ്. 1 മണിക്കൂർ മതി ഈ ചങ്ങാതിനെ സസ്പെൻഡ് ചെയ്യാൻ. 1 മണിക്കൂർ. DGP ഒരു പോലീസുകാരന് ഒരു കടലാസം കൊടുത്ത് PV അൻവർ കൊടുത്ത ഈ ഡോക്യുമെന്റ് ശരിയാണോ എന്ന് ആ കമ്പ്യൂട്ടറിൽ നിന്ന് അടിച്ചു നോക്കി ആ രജിസ്ട്രാളൊന്ന് വെരിഫൈ ചെയ്ത് സർട്ടിഫൈഡ് കോപ്പി എഴുതിയാൽ ആ നിമിഷം അവനെ സസ്പെൻഡ് ചെയ്യാം. ആ അന്വേഷണത്തിന് 6 മാസം. മനസ്സിലായോ? അങ്ങനെ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഇപ്പോ മറ്റേ കോടതിയിൽ പോയിട്ട് തലശ്ശേരിയിൽ PV അൻവർ അധോലോക സംഘം ഇതന്നെയാ മുഖ്യമന്ത്രി പറഞ്ഞത്. എവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ഞാൻ എന്റെ കാര്യമല്ലല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഈ പാർട്ടിയോടും ഗവൺമെന്റിനോടും പറഞ്ഞത്. പോലീസ് അതിരുവിടുന്നു. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ. 2 ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ അനാവശ്യമായ കേസുകളിൽ കുടിക്കുന്ന ഫൈൻ അടുപ്പിക്കുന്നു. ആരാ 2 വീലർ ഉപയോഗിക്കുന്നതിൽ ഭൂരിപക്ഷവും? നമ്മുടെ നാട്ടിലൊക്കെ 2ഉം 3ഉം തൊഴിലാളികൾ കൂടിയിട്ട് 2000-3000 ഉറുപ്പിക എടുത്തൊരു 5-8,000 ഉറുപ്പിക ഉണ്ടാക്കി ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങി ബാക്കി അടവിട്ടിട്ട് പിന്നെ 3 ആളാണ് രാവിലെ പണിക്ക് പോവുക. ഞാൻ ഉൾപ്രദേശങ്ങളാ, ബസ്സും കാര്യവും ട്രാൻസ്പോർട്ടും ഒന്നും ഇല്ല പല പ്രദേശത്തും. വൈകുന്നേരം മടങ്ങി വരുമ്പോൾ വഴിയിൽ കാത്തുക, കൈ കാട്ടി നിർത്തിയിട്ട് 200, 500, 1000 ഫൈന. ഒരു ദിവസമല്ല, മിക്ക ദിവസം. അതിന് ഈ പോലീസുകാരെ ഞാൻ കുറ്റം പറയല്ല. അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം അവസാനിപ്പിക്കണം.
ഈ മനുഷ്യനെ ഇങ്ങനെ കൊല ചെയ്യരുത്, ഇല്ലെങ്കിലേ പട്ടിണി നാട്ടിൽ. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്താ ചെയ്യാ? എന്താ ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിയിട്ട് കിട്ടുക? ഇപ്പൊ നിങ്ങളെയൊക്കെ ഈ റോട്ടിൽ കൂടെ ഓടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓവന് കയറെടുത്ത് തൂങ്ങാന്നല്ലാതെ വർഷാപ്പിൽ നിന്ന് എപ്പോഴെങ്കിലും ഓട്ടോറിക്ഷ ഒഴിവാകുമോ? നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ റോഡിൽ ഇട്ടോ. നിലമ്പൂരിലൊക്കെ നിങ്ങൾ വന്ന് നോക്കണം, ഒരൊറ്റ സ്ഥലത്ത് ഒരു കുഴിയില്ല റോഡ് പഞ്ചായത്ത് ലെവലിൽ പോലും ആർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ഈ തൊഴിലുറപ്പ് പദ്ധതി അതിലെ 40% ഈ റോഡ് നന്നാക്കാൻ ഉപയോഗിക്കുക. എന്റെ മെറ്റീരിയൽസ് വാങ്ങാം. കഴിഞ്ഞ 2016, 2021 1000-ഓളം ചെറു റോഡുകൾ മേപ്പൂർ മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം ചെയ്യാൻ റോഡില്ല. അതിന് മെനക്കെട്ടതിന്റെ പിന്നാലെ പോകണം. അപ്പൊ ഈ തരത്തിലുള്ള ഓട്ടോറിക്ഷ ഈ കുഴി ചാടി പോയിട്ട് എന്താണ് സാധനം വൈകുന്നേരം ബാക്കിയാവുക? എന്നിട്ട് ഇങ്ങനെ പീച്ചാങ്കത്തിയായിട്ട് നിൽക്കുക പോലീസുകാർ. എന്നിട്ട് ഇങ്ങോട്ട് വാ എന്താ കയ്യില്? വൈകുന്നേരം വരെ ഓടിയിട്ടേ ഒന്ന് വീട്ടിക്ക് പോവാ. ഒരു കണ്ണ് ചോരയില്ലാതെ എഴുതി കൊടുക്കല്ലേ 1000, 2000. ഇത് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അത് പറയാൻ പോകുന്ന പാർട്ടി സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ മാർഗമില്ല. അപമാനിക്കപ്പെടുന്നു. പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പോകാൻ വയ്യ. കൈക്കൂലി എല്ലാ മേഖലകളിലും, വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ പൈസ അങ്ങോട്ട് കൊടുക്കാതെ ഒരു കടലാസം കിട്ടില്ല. 10 വട്ടം നടക്കണം. എന്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ബട്ടൺ അമർത്തിയ വില്ലേജ് ഓഫീസർക്ക് ആവശ്യപ്പെട്ട ഏത് സർട്ടിഫിക്കറ്റും വിതിൻ അവർ കൊടുക്കാം, അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് കൊടുക്കാം. ആ സിസ്റ്റം ഉണ്ട്. ആ ബട്ടൺസ് ആ ഞെക്കാനിലെ കമ്പ്യൂട്ടർ കീബോർഡിലെ ആ ബട്ടൺ കാണണമെങ്കിൽ മാസക്കണക്കിന് എടുക്കുകയാണ്. അല്ലെങ്കിൽ സാധനം കൊണ്ടേ കൊടുക്കണം. അല്ലെ എത്ര നടത്തും? ആര് ചോദിക്കാൻ പോകാനുള്ള പൊതുപ്രവർത്തകർ പോയ അവന്റെ പേരിൽ കേസ് ആരെടുക്കുന്നത്? അത് ശരിയല്ല എന്നാ പറഞ്ഞത്. ഈ നിലപാട് ശരിയല്ല. ഇപ്പോ അവസാനം പോയത് ഇവിടുത്തെ ചേലക്കര ആശുപത്രിയില്ല. എന്തിനാ പോയത്? ഞങ്ങൾ ഈ ദുരന്തം, നാട്ടിലെ ഈ ദുരന്തം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഞങ്ങളെ സർവേയിൽ കിട്ടിയ റിപ്പോർട്ട് 1000 ചില്ലാനം ഡയാലിസിസ് രോഗികളാണ്. കിഡ്നി പേഷ്യൻസ് ഏകദേശം 3000 ഉണ്ട്. ഡയാലിസിസ് തുടങ്ങിയ 1000. എന്താ ആകെ 4 മെഷീൻ, അത് 2 ഷിഫ്റ്റ്. ഈ 2 ടെക്നീഷ്യനും 2 സ്റ്റാഫും 4 ആക്കി. എന്നിട്ടാണ് അവിടെ ബെഡിൽ ആളില്ലാത്തത്. ഭ്രാന്ത് വരും. ഈ മനുഷ്യന്റെ ഈ ദുര്യോഗം കണ്ടിട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. അപ്പൊ ഒരുത്തി വന്ന് ചോദിക്കാൻ, നിങ്ങളാരതൊക്കെ ചോദിക്കാണ്? അപ്പൊ അതിനെ മറുപടി പറഞ്ഞത്രേ ഉള്ളൂ. അതിന് തൂക്കിക്കൊല്ലാൻ വിളിച്ചാണ് ഇപ്പൊ കേസെടുത്തത്. തൂക്കിക്കൊല്ലാനേ ജാമ്യമില്ല പറഞ്ഞിട്ട് ഇത് വരട്ടെ. അപ്പൊ ഇതാണ് സ്ഥിതി. ഈ സ്ഥിതിക്കെതിരെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇനി ഇതിന് മാറ്റം വരുത്ത ചെറുപ്പക്കാരെനിക്കുന്ന ഏറ്റവും സന്തോഷം തോന്നിയത് സിദ്ദീഖിന് സല്യൂട്ട് അടിക്കണം പോണതിന് മുമ്പ്. കാരണം അത്രയും ചെറുപ്പക്കാര് ഒരുമിച്ച് ഒരു മനസ്സോട് കൂടിയിട്ട് ഇതിന് ഇറങ്ങി എന്ന് പറഞ്ഞ ചെറിയ സംഗതിയല്ല. ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്ന ചെറുപ്പക്കാരാണ്. ഞങ്ങൾ ഈ ചേലക്കര ആകെ മുങ്ങി തപ്പിട്ട് ചെറുപ്പക്കാരെ തന്നെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല അവിടെ ചെറുപ്പക്കാർക്ക് വന്നാ പറ്റിയ. നമ്മൾ നല്ല ഒരു പാർട്ടിയിലും കാണുന്നില്ല. ഇവരൊക്കെ മടുത്ത് നാട് വിട്ടതോ അല്ലെങ്കിൽ പുറത്തിറങ്ങാത്തവരായിട്ടില്ല, മാനസിക സംഘർഷത്തിന് വിധേയമായ ചെറുപ്പക്കാരായിട്ടുള്ള സംശയമാണ്. കാരണം കാണുന്നില്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്. UDF-ന്റെ LDF-ന്റെ ഒക്കെ പരിപാടിയിൽ വളരെ ചെറിയ പെർസെന്റേജ്. അപ്പോ ഒരു മനുഷ്യ സമൂഹത്തെ ആകെ മാനസികമായി തളർത്തിട്ടിരിക്കുക. കറണ്ടുമില്ല, വെള്ളമില്ല, ആശുപത്രിയില്ല, റോഡുമില്ല, പെൻഷനുമില്ല, പട്ടിണി കോലങ്ങളായി നിൽക്കുന്ന അവസ്ഥ. അപ്പൊ എന്തായിരുന്നാലും
ഞങ്ങൾ ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചേലക്കരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത്, ഇക്കാലം വരെ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി വോട്ട് ചെയ്യായിരുന്നു, ഈ ഒരു വോട്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ഈ പ്രദേശത്തെ എൻ്റെ കാരണവന്മാരോടും ചെറുപ്പക്കാരോടും പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ മാറ്റം ഒന്നാലോചിക്കുക. എത്ര ലക്ഷം ചെറുപ്പക്കാരാണ് തൊഴിലില്ലാതെ നാട്ടിൽ. ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൊല്ലങ്ങളായി കാത്തിരിക്കുകയാണ്. പരിപൂർണമായ അനീതി അവിടെ നടക്കുന്നു. പല ഘട്ടങ്ങളിലും ഗവൺമെന്റിലും പാർട്ടിയിലും ഞാനിത് പറഞ്ഞു, അനീതിയാണ്. അവിടെ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരു ലിസ്റ്റിൽ തന്നെ വേറെ ലോല കൂട്ടക്കാരും കുടുംബക്കാരും ഇങ്ങനെ ബൈപ്പാസ് ചെയ്തിട്ട് കയറി പോവുക. PSCയിൽ എന്തെല്ലാം തിരിമറികളെ കുറിച്ച് ഇപ്പോ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രതിരോധിക്കാനും പറയാനും ചെറുപ്പക്കാർ രംഗത്തില്ലാതായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇനി ഒരുപാട് സമരങ്ങളിലേക്ക് കിടക്കുകയാണ്. നാടാകെ ജപ്തിയാണ്. ഈ ശബ്ദം കേൾക്കുന്നതിൽ 3/4 പങ്കാളികളും ജപ്തിയാണ്. സഹകരണ ബാങ്കിൽ നിന്ന് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിയില്ലാതെ വന്ന സമയത്ത് സ്വന്തം ഭർത്താവോ പിതാവോ രക്ഷിതാവോ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പണമില്ലാതെ വന്നത് പലരും ചെറിയ ലോൺ എടുത്തിട്ടുണ്ടാവും. വിവാഹത്തിന് ഒരു നിവൃത്തിയില്ലാതെ ലോൺ എടുത്തിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന നിലയ്ക്ക് ചെറിയ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇത് മുഴുവൻ ജപ്തിയിലാണ്, കൊള്ളപ്പലിശയാണ്. സഹകരണ സംഘങ്ങൾ മുഴുവൻ കൊള്ള സംഘങ്ങളായി മാറി. ഒരു സർഫാസി നിയമത്തിന്റെ പേരും പറഞ്ഞ് ഈ ജനങ്ങളെ മുഴുവൻ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥ കേരളത്തിൽ തുടരുകയാണ്. അതിനെതിരെ വലിയ സമരം നമ്മൾ ആരംഭിക്കുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലോകത്ത് എവിടെയുമില്ലാത്ത പോസ്റ്റ്മോർട്ടം നിയമമാണ് നമ്മുടെ നാട്ടിൽ. നടു റോട്ടിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മനുഷ്യന് മരിച്ചു വീഴുന്നു. നമ്മളെ റോഡ് യുദ്ധക്കളാണ്. ആ ദുരന്തം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ നിൽക്കാതെയാണ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് പോകണം. അപ്പോഴേക്കെന്തായി? 5 മണിയായി. പോസ്റ്റ്മോർട്ടം പാടില്ല. പിറ്റേ ദിവസം രാവിലെ വരെ ഈ ദുരന്തമേറ്റ കുടുംബവും അവരുടെ ബന്ധുക്കളും കാത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് പിന്നെ ഈ പ്രോസസ് ആരംഭിക്കുന്നത്. ഉച്ച കഴിയും ഇതെല്ലാം കഴിഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ വൈകുന്നേരമാകും. ദുരന്തത്തിന്റെ മുകളിലുള്ള മറ്റൊരു ദുരന്തം. ഈ നിയമത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ സമരത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഈ സമരം? എന്താണ് ഈ സമയം 5 മണി എന്ന് നിങ്ങൾക്കറിയോ? നാട്ടിൽ കരണ്ടും വെളിച്ചവും ഇല്ലാത്ത ബ്രിട്ടീഷ് കാലത്ത് 1800 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമം. അന്ന് കരണ്ടും വെളിച്ചൊന്നുമില്ല. അപ്പൊ എന്താണ്? സൂര്യ വെളിച്ചത്തിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും ഹൃദയം തന്നെ മാറ്റിവെക്കുന്നു, ലിവർ മാറ്റിവെക്കുന്നു, ബ്രെയിൻ മാറ്റിവെക്കുന്ന ഈ ആധുനിക സംവിധാനത്തിന്, ഈ ലൈറ്റിംഗ് സംവിധാനം മുഴുവൻ വന്നിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ ഒരു മാറ്റമില്ല. അപ്പം 24 മണിക്കൂറും ഈ പോസ്റ്റ്മോർട്ടം നടക്കണം. അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ നിങ്ങളെ ഉപ്പാക്കരുത്. നെഞ്ചുവേദന ഉണ്ടായിട്ട് ആശുപത്രിക്ക് പോവുക. വീട്ടിൽ സുഖമായിട്ടിരുന്ന വാപ്പയാ ആശുപത്രിന്റെ മുറ്റത്തെത്തുമ്പോൾ വാപ്പ മരിച്ചു. അവിടുന്ന് ആശുപത്രിയിലേക്ക് കയറ്റി കിടത്തി ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ വാപ്പ മരിച്ചിരുന്നു. ഇതിനെന്താ പണി? അവിടെ കൊണ്ടുപോയി കിടത്ത് മോർച്ചറിക്ക്. ഒരു നിവൃത്തിയില്ല. കാടൻ നിയമങ്ങൾ. മക്കളുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ ശ്വാസം മുട്ടി മരിച്ച ബാപ്പാന്റെ ദുരന്തത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ മക്കളും ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഈ വാപ്പാന്റെ മയ്യത്ത് നേരെ മോർച്ചറിനുള്ളിൽ കീറി മുറിച്ച് 2ാമത്തെ ദിവസം. ഇതെന്ത് നിയമം? ചോദിക്കാനും പറയാൻ ഒരാളില്ല. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം. അത് നിയമസഭയും പാർലമെന്റും ഇടപെടേണ്ട വിഷയമാണ്.
നമ്മുടെ സമരത്തിലെ രണ്ടാമത്തെ ആവശ്യം അതാണ്. മൂന്നാമത്തെ ആവശ്യം നമ്മുടെ റിസർവേഷനുകൾ അട്ടിമറിക്കുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇവിടെ ജാതി സെൻസസ് നടത്തി ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്കുള്ള ജോലി സംവരണം പതിറ്റാണ്ടുകളായി അട്ടിമറിക്കുകയാണ്. ആ അട്ടിമറിക്കെതിരെയുള്ള വലിയ ജനകീയ പ്രക്ഷോഭമാണ്. നാലാമത്തെ കാര്യം നമ്മൾ ഉന്നയിക്കുന്നത് വന്യ മൃഗശല്യമാണ്. സംസ്ഥാനത്തിനോട് പറഞ്ഞാൽ പറയുന്നത് കേന്ദ്രമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വയനാട്ടിൽ ഇപ്പോ 4 മാസം മുമ്പ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ ആന വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ചവിട്ടിക്കൊന്നത് നിങ്ങളൊക്കെ കണ്ടാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി വന്നപ്പോ മന്ത്രി പറയാണ് സംസ്ഥാനത്തിന്റെ ആണ്. കേന്ദ്രം പറയും സംസ്ഥാനത്തിന്, സംസ്ഥാനം പറയും കേന്ദ്രത്തിന്. 10 സെന്റ് ഭൂമിയിൽ 2 കാവുത്തോ ചെയ്യുമ്പോ പൂളയോ കുഴിച്ചിട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത വിധം പട്ടിണി കോലങ്ങളമായി മാറി കേരളത്തിലെ കർഷകര്. ഈ വിഷയം വളരെ സീരിയസ് ആവുകയാണ്. ഇത്തരത്തിലുള്ള ജനങ്ങളും അവിടെ അടിസ്ഥാന വിഷയങ്ങൾ, എന്നാൽ 2 മുന്നണിയും 3 മുന്നണിയും മിണ്ടാത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആ ജനകീയ സമരം ഡിസംബർ മാസത്തിൽ തന്നെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഒരു കൊടുങ്കാറ്റായി തിരുവനന്തപുരത്ത് അവസാനിക്കും. അത്തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് DMK ഉയർത്തുന്ന എല്ലാ സമരങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് എന്നതാണ് DMKയുടെ മുദ്രാവാക്യം. അത് സർക്കാർ തന്നെ വേണമെന്നില്ല, ജനങ്ങളുടെ സഹായത്തോടു കൂടിയും അത് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഒരു മാതൃക ഞങ്ങൾ ചേലക്കരയിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ സ്ഥലം തന്ന വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഇതിന് മുൻകൈയെടുത്ത സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രവർത്തകർക്കും ഈ ഫ്ലഡ് സംവിധാനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും DMK സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ചെറുപ്പക്കാർ പരമാവധി വൈകുന്നേരങ്ങളും രാവിലെയും